ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ മാളൂട്ടിക്ക് ഒരു വെറൈറ്റി ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. ഇത് മാളൂട്ടിന്റെ കുറച്ച് പഴയ ഡ്രസ്സുകളാണ് കേട്ടോ. പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് നല്ല ഡ്രസ്സുകളായിരുന്നു. എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകൾ ഉള്ളതാണ് ഇത്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ മാളൂട്ടി ഈ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ കുട്ടികൾ ഹൈറ്റ് വയ്ക്കുന്ന ടൈമല്ലേ, അപ്പൊ അതുകൊണ്ട് ലെങ്ത് കുറഞ്ഞു പോയി. അപ്പൊ ഞാൻ കരുതി ഈ രണ്ട് ഡ്രസ്സും വെച്ചിട്ട് ഒരു വെറൈറ്റി സംഭവം ചെയ്താലോ എന്ന് കരുതി. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാൻ റഫായിട്ട് ഇതൊന്ന് വരച്ച് നോക്കുന്നുണ്ട്. ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും മോഡൽ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാറുണ്ട് കേട്ടോ ഫസ്റ്റ്, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാറുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ വരച്ച് നോക്കിയിട്ടുണ്ട്. ഒരു ഫ്രോക്ക് പോലെ തന്നെയാണ് ഇനിയും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ ആ മുകളിലുള്ള ആ പ്ലീറ്റ്സ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് അതേപോലെ തന്നെ എനിക്ക് പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഈ മേലത്തെ ഈ ഒരു പാർട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ കട്ട് ചെയ്തിട്ട്. ആ ഒരു ബോഡി പാർട്ട് നമുക്ക് ആവശ്യമില്ല, ഈ താഴത്തെ പോർഷൻ മാത്രം മതി. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വൈറ്റ് ഫ്രോക്കിൽ ഈ ഒരു അടിഭാഗത്തൊരു ലൈസ് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ ഇല്ലേ, അപ്പോൾ ആ ഒരു ഡിസൈനുള്ള പോർഷൻ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ ഞാൻ ലൈനിങ് ഒന്നും വെക്കാതെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ ആ ഫ്രോക്കിൻ്റെ ബാക്കിയുള്ള പോർഷനും കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് മെറ്റീരിയലും കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൽ ബ്ലൂ കളർ കൂടുതലുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, അത് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി, കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സൈഡൊന്നും ജോയിൻ ചെയ്യേണ്ട, ജസ്റ്റ് ഈ രണ്ട് മെറ്റീരിയൽ മാത്രം സെൻറ്റർ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ച ആ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഞാൻ കൊടുക്കാമെന്ന് കരുതി. കാരണം ആ ഒരു എലാസ്റ്റിക് ഒക്കെ ആയിട്ട് അതങ്ങനെ നല്ല നീറ്റായിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് കരുതി. പിന്നെ എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് കുറേ കാലം അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ വലുപ്പമൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് നെക്കിലേക്ക് കയറി നിൽക്കുന്ന പോലെ കൊടുക്കാമെന്നാണ് ഞാൻ വരച്ചപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള മെറ്റീരിയൽ തികയില്ല, അതുകൊണ്ട് അവിടെ രണ്ട് വള്ളി വെച്ച് കൊടുക്കാമെന്ന് കരുതി. അതുപോലെ ഈ താഴത്തെ പോർഷനിൽ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി അടിയിലേക്ക് ആ വൈറ്റ് ക്ലോത്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ ഒരു പോർഷനിലേക്ക്. അപ്പോൾ നമ്മളത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, ജോയിൻ ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് ആക്കിയാൽ മതി. എന്നിട്ട് ഈ ഒരു ബോർഡർ വരുന്ന പോലെ ഈ വൈറ്റ് പീസ് നമുക്ക് ഈ ബ്ലൂ ക്ലോത്തിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം ഞാനിതാ വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ക്ലോത്ത് കൊണ്ടാണ് ഞാൻ വള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു രണ്ടെണ്ണം ഓരോ സൈഡിലും രണ്ടെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ മെറ്റീരിയൽ തികയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ, ഓരോന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചൊന്ന് കാണിച്ചു തന്നിട്ടുള്ള ഈ പീസില്ലേ, അതിങ്ങനെ മടക്കിയിട്ട് ഒരു ബാൻഡ് പോലെ സെൻറ്ററിൽ കൊടുക്കാനാണ്. അതാകുമ്പോൾ നമുക്ക് ഉടുപ്പ് ഷേപ്പ് ചെയ്തിട്ട്, ഞാൻ കാരണം ഈ ഉടുപ്പിന് ബാക്കിൽ ഉക്സോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല, ബട്ടണൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു ടൈ വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്കിലേക്ക് ഷേപ്പ് അനുസരിച്ച് കെട്ടിക്കൊടുത്താൽ മതി. അപ്പം ഞാൻ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞത് ഞാൻ മാളൂസ് ഇട്ടിട്ട് കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എങ്ങനെയുണ്ടെന്ന്, എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. മെഷീനിൽ ഇരുന്നാലും പിന്നെ ഇതാണ് രണ്ട് പാന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് മാളൂന് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൈൻ്റെ മുകളിലുള്ള വള്ളി വരുന്നത് കുറച്ച് ലൂസ് ഉണ്ട്, അത് ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. വേറെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ മാളൂട്ടി അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ കിട്ടിയതുകൊണ്ട് കുറേ പോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ ബൈ.